ഹായ് ഫ്രണ്ട്സ്, DWAYലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധനേഷ് വയനാട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ജ്യൂസാണ്, ഗ്രീൻ ജ്യൂസ്. ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചൂട് സമയത്ത് ഈ ജ്യൂസ് കുടിച്ചിട്ടിറങ്ങണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു തണുപ്പുണ്ടായിരിക്കില്ല. അതുപോലെ വയറിനും നല്ല തണുപ്പായിരിക്കും. ഇത് അധികം ചിലവില്ല നമുക്ക് ഈ ജ്യൂസ് നിർമ്മിക്കാനായിട്ട്. കുറച്ച് ചെറുനാരങ്ങ, പുതിനയില, തേന്, പഞ്ചസാര, കുറച്ച് ഐസ്, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് നിർമ്മിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണോ നമുക്ക് ഇട്ടേക്കുക. എന്നാൽ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ പുതിനയില ഒരു കപ്പിൻ്റെ, 4 നാരങ്ങ, ഐസ് ക്യൂബ്, തേന്, പഞ്ചസാര, പിന്നെ കുറച്ച് നമ്മുടെ സാധാ തണുത്ത വെള്ളം. ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ നമ്മൾക്ക് ഒരു ഗ്ലാസ്സിലോട്ട് കട്ട് ചെയ്ത് പിഴിഞ്ഞ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഇത്ര. ഇനി നമുക്കിതെല്ലാം കൂടി ജാറിലോട്ടിടാം. നാരങ്ങ നീര് ഇതിനകത്ത് ഒഴിക്കാം നമുക്ക്. ഇനി കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക, അധികം വേണ്ട. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി പഞ്ചസാര ഒരു 6 സ്പൂണോളം വേണം നമുക്ക്. ഇനി ഐസ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. നമുക്ക് 2 ഗ്ലാസ്സിൽ ഒഴിക്കാം. ഇതാണ് നമ്മുടെ ഗ്രീൻ ജ്യൂസ്. ഇതിൽ നമുക്ക് ഒരു സ്ട്രോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു പുതിനയുടെ ഇല ഇങ്ങനെ വെച്ച് കൊടുത്താൽ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇതാണ് നമ്മുടെ ഗ്രീൻ ജ്യൂസ്.